ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ഗ്രോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 10th സ്റ്റാൻഡേർഡിന് ഇംഗ്ലീഷിൽ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്ന ഫസ്റ്റ് ലെസൺ ആണ്, എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. ലെറ്റ്സ് ചെക്ക് ഔട്ട്. അപ്പോൾ നമ്മുടെ യൂണിറ്റിൻ്റെ പേര് വരുന്നത് ട്രയൽസ് ആൻഡ് ട്രയംസ് എന്നതാണ്. ഈ ട്രയൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പരീക്ഷണങ്ങൾ, അല്ലെങ്കിൽ പ്രതിസന്ധികൾ, അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ, കഷ്ടപ്പാടുകൾ, ഇതൊക്കെയാണ് നമ്മുടെ ട്രയൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ട്രയംസ് എന്നതിൻ്റെ മീനിങ് വരുന്നത് നമ്മുടെ വിജയങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും നേട്ടങ്ങൾ, ജയങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ട്രയംസ് എന്നതുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ ജീവിതം നോക്കിയാൽ തന്നെ ഓരോരുത്തർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതിപ്പോൾ ചിലവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം, ചിലർക്ക് രോഗങ്ങൾ, ചിലർക്ക് നമ്മുടെ പഠനത്തിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വെല്ലുവിളികൾ, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ, ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ വളരെ കോൺഫിഡൻറ്റോട് കൂടി, നല്ല ധൈര്യത്തോടെയും അതുപോലെ തന്നെ വളരെ ആത്മവിശ്വാസത്തോടെയും നമ്മളിതൊക്കെ ഫേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ വിജയം കൈവരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ട്രയൽസ് ആൻഡ് ട്രയംസ് എന്ന യൂണിറ്റിൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളിൽ നിന്ന് നമ്മുടെ വിജയത്തിലേക്കുള്ള ഒരു യാത്രയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ സംസാരിക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മുടെ യൂണിറ്റിൻ്റെ താഴെയായിട്ട് തന്നെ ഒരു ബ്യൂട്ടിഫുൾ കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നോക്കാം. ഇറ്റ് ഈസ് ഓൺലി വിത്ത് ഹേർട്ട് ദാറ്റ് വൺ ക്യാൻ സീ റൈറ്റ്ലി വാട്ട് ഈസ് എസെൻഷ്യൽ ഈസ് ഇൻവിസിബിൾ ടു ദി ഐ, ദ ലിറ്റിൽ പ്രിൻസ്. അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ കോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഒരാളെ കാണുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അവരുടെ എന്തായിരിക്കും, രൂപവും അതുപോലെ വസ്ത്രധാരണ രീതിയായിരിക്കും. അതാണ് നമ്മൾ ആദ്യം നോട്ട് ചെയ്യുന്ന കാര്യം. പക്ഷേ ഒരു വ്യക്തിയുടെ യഥാർത്ഥ മൂല്യം എന്ന് പറയുന്നത് അവൻ്റെ പുറം കാഴ്ചയിലല്ല. അതായത് അവൻ്റെ സ്നേഹം, ദയ, കരുണ, അതല്ലെങ്കിൽ സത്യസന്ധത, സഹായ മനോഭാവം തുടങ്ങിയ ഒരുപാട് ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ടാവും. പക്ഷേ ഇതൊന്നും നമുക്ക് എന്താണ്, കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല. അതൊക്കെ നമുക്ക് മനസ്സുകൊണ്ട് മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു യൂണിറ്റിലെ ആദ്യത്തെ ഷോർട്ട് സ്റ്റോറി ആയിട്ടുള്ള എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് പഠിക്കുമ്പോൾ നമുക്ക് ഈ ഒരു കോട്ടിൻ്റെ പ്രസക്തി നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? ഈ ഒരു ചിത്രം നോക്കിയിട്ട് നമുക്ക് ഇതൊരു യുദ്ധമോ അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തമോ ഉണ്ടായ ഒരു സ്ഥലത്ത് സൂചിപ്പിക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ അത്തരം ആ ഒരു നാശത്തിനിടയിൽ ഒരു വെളുത്ത പ്രാവിനെ നമുക്ക് ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, പ്രാവ് എന്ന് പറയുന്നത് നമ്മുടെ സമാധാനത്തിൻ്റെ ഒരു പ്രതീകമാണല്ലോ. അതോടൊപ്പം തന്നെ നമ്മുടെ പരസ്പരം പിടിച്ചു നിൽക്കുന്ന കൈകളും അതുപോലെ വളർന്നു വരുന്ന പച്ച ഇലകളും നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഇപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ മനുഷ്യരെന്തായിരിക്കണം, പരസ്പരം എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം. അതുപോലെ ഏതൊരു പ്രതിസന്ധികളിലും മനുഷ്യർക്കിടയിൽ നല്ല ഐക്യം വേണം. അതുപോലെ തന്നെ എത്ര വലിയ നാശം നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ ആ ഒരു ഹോപ്പ് നഷ്ടപ്പെടുത്തരുത്. അതുപോലെ നമ്മുടെ എത്ര നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അതിനുശേഷം നമുക്കൊരു പുതിയ ജീവിതം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു പച്ച ഇലകൾ എന്താണ്, പുതിയ തുടക്കത്തെയും അതുപോലെ വളർച്ചയെയും പ്രതിനിധീകരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ഫസ്റ്റ് യൂണിറ്റിൽ 3 ലെസൺസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ലെസൺ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എ ഷോർട്ട് സ്റ്റോറി എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. ഇനി നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ചാപ്റ്ററിലോട്ട് കടക്കാം. ലെറ്റ്സ് ലോഗിൻ. There is no sun without shadow. It is essential to know the night. ആൽബർട്ട് കാമസ്. ഈ ആൽബർട്ട് കാമസിൻ്റെ ഈ ഒരു വേർഡ്സിൽ വളരെ ഡീപ്പായിട്ടുള്ള മീനിങ് ഉണ്ട്. അത് നമുക്ക് സൂര്യനുണ്ടെങ്കിൽ അവിടെ നിഴലുണ്ടാകും, വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുണ്ടാകും, പകലുണ്ടെങ്കിൽ രാത്രിയും ഉണ്ടാകും. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിലും സന്തോഷത്തോടൊപ്പം നമുക്ക് ദുഃഖവും അതുപോലെ വിജയത്തോടൊപ്പം എന്താണ്, പരാജയം ഉണ്ടാകും. ഇനി ഈ കോട്ടിന് താഴെയായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ആൻസർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് സൺ ആൻഡ് ഷാഡോ മീൻ ഇൻ ദി കോണ്ടസ്റ്റ്? ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ഇവിടെ സൺ അതല്ലെങ്കിൽ നമ്മുടെ ഷാഡോ ഇതൊക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ്. നമുക്ക് ആദ്യം ഇവിടെ സൺ അഥവാ സൂര്യൻ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാം. സൂര്യൻ വെളിച്ചത്തിൻ്റെയും അതുപോലെ പ്രതീക്ഷയുടെയും അതുപോലെ തന്നെ വിജയത്തിൻ്റെയും ഒരു പ്രതീകമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ, അല്ലെങ്കിൽ സന്തോഷങ്ങൾ, വിജയങ്ങൾ, നേട്ടങ്ങൾ, ഇതൊക്കെ നമുക്ക് എന്താണ്, നമ്മുടെ നമുക്ക് സൂര്യനോട് ഭൂമിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മത്സരത്തിൽ നമ്മൾ വിജയിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നേടുന്നത്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ സണ്ണാണ്. ഇനി നെക്സ്റ്റ് ഇവിടെ ഷാഡോ ചോദിക്കുന്നുണ്ട്. ഷാഡോ അഥവാ നിഴൽ എന്തിനെ സൂചിപ്പിക്കുന്നു? നിഴൽ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പരാജയങ്ങളും അതുപോലെ നമ്മുടെ വിഷമങ്ങളും പ്രതിസന്ധികളൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് തോൽവി നേരിടേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ പോകും. അപ്പോൾ അത്തരം അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ നിഴലുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദി നൈറ്റ് റെപ്രസെൻറ്റ്? ഇവിടെ നൈറ്റ് അഥവാ രാത്രി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ്.
രാത്രി നമ്മൾ ഇരുണ്ടൊരു സമയത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അത് ജീവിതത്തിലെ കഷ്ടതകൾ, നിരാശകൾ അല്ലെങ്കിൽ നമ്മുടെ ഏകാന്തത, വെല്ലുവിളികൾ എന്നിവയാണ് ഇവിടെ രാത്രിയായിട്ട് പറയുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, എത്ര നീണ്ട രാത്രിയായാലും അതിനുശേഷം സൂര്യോദയം ഉണ്ടാകും. അതുപോലെ ജീവിതത്തിലെ കഷ്ടതകൾക്ക് ഒരു അവസാനം ഉണ്ടാകും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ആർ ഗുഡ് ടൈംസ് ആൻഡ് ബാഡ് ടൈംസ് റിലേറ്റഡ് ടു ഈച്ച് അതർ? നല്ല സമയവും മോശ സമയവും പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കൊരിക്കലും ദുഃഖം അനുഭവിച്ചിട്ടില്ലെങ്കിൽ സന്തോഷത്തിൻ്റെ വില മനസ്സിലാക്കാൻ കഴിയില്ല. പരാജയം അനുഭവിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വിജയത്തിൻ്റെ മധുരം അറിയാൻ കഴിയില്ല. അപ്പോൾ ഇരുട്ട് കണ്ടിട്ടില്ലെങ്കിലോ വെളിച്ചത്തിൻ്റെ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആൽബർട്ട് ക്യാമ്സ് പറയുന്നത് രാത്രിയെ അറിയേണ്ടത് അത്യാവശ്യമാണെന്ന്. കാരണം ജീവിതത്തിൻ്റെ യഥാർത്ഥ പാഠങ്ങൾ പലപ്പോഴും കഷ്ടതകളിൽ നിന്നാണ് ലഭിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. കൈൻഡ്നസ് ആൻഡ് എംപതി ആർ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഇൻ അവർ വേൾഡ്. അപ്പോൾ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട വേർഡ്സാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, കൈൻഡ്നസ് എന്നും എംപതി എന്നും. ഈ കൈൻഡ്നസ് എന്ന് വെച്ചാൽ നമ്മുടെ ദയ, കരുണ, സ്നേഹം ഇതൊക്കെയാണ്. എംപതി എന്നാൽ നമ്മുടെ മറ്റൊരാളുടെ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, അതായത് നമ്മുടെ സഹാനുഭൂതി എന്നൊക്കെ പറയാം. അപ്പോൾ ഇന്നത്തെ ലോകത്ത് നമുക്ക് അറിവും വിദ്യാഭ്യാസവും പണവും ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് നമ്മൾ മനുഷ്യനായിട്ട് ജീവിക്കുക എന്നതാണ്. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ സന്തോഷവും അതുപോലെ ദുഃഖമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരാകുന്നത്. ഈ സ്പ്രെഡ് ലൈറ്റ് ആൻഡ് ഹോപ്പ് ഈവൻ ഇൻ ദി ഡാർക്കസ്റ്റ് ടൈംസ്. അപ്പോൾ ഇവിടെ ലൈറ്റ് എന്നത് വെളിച്ചം മാത്രമല്ല, പ്രതീക്ഷയും അതുപോലെ സന്തോഷത്തെയും ധൈര്യത്തെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഡാർക്കസ്റ്റ് ടൈംസ് എന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രയാസമുള്ള സമയങ്ങളെയാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി വലിയ വിഷമത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുക, നിരാശപ്പെട്ടിരിക്കുക ആവുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു നല്ല വാക്ക് പോലും അദ്ദേഹത്തിന് എന്തായിരിക്കും, വലിയൊരു ആശ്വാസമാകും. ഒരു ചെറിയ സഹായം പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പുതിയൊരു പ്രതീക്ഷ കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മുടെ കൈൻഡ്നസ്സും എമ്പതിയും ഇരുണ്ട സമയങ്ങളിൽ വെളിച്ചം പകരുന്നു എന്ന് നമ്മൾ പറയുന്നത്. അവർ സൊസൈറ്റി ടെൻസ് ടു ഐസൊലേറ്റ് ദ വൺസ് ഹു അപ്പിയർ ഡിഫറെൻറ്റ്. നമ്മുടെ സമൂഹം പലപ്പോഴും എന്താണ്, വ്യത്യസ്തരായി തോന്നുന്ന ആളുകളെ അകറ്റി നിർത്തുന്നു എന്നാണ് ഈ ഒരു വരികളിലൂടെ പറയുന്നത്. ചിലപ്പോൾ ഒരു വ്യക്തിയുടെ രൂപം വ്യത്യസ്തമായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം പ്രായമായ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ പാവപ്പെട്ടവനോ അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളുകളായിരിക്കാം. അപ്പോൾ അത്തരം ആളുകളെ പലരും എന്താണ് അവഗണിക്കാറുണ്ട്. അതായത് അവരുമായിട്ട് ഇടപഴകാനൊക്കെ മടി കാണിക്കുക, അല്ലെങ്കിൽ ഇത് സമൂഹത്തിൻ്റെ ഒരു വലിയൊരു കുറവാണ്. കാരണം ഓരോ മനുഷ്യനും ഒരുപോലെ നമ്മൾ ബഹുമാനിക്കപ്പെടേണ്ടതാണ്. എക്സ്പെഷ്യലി ദോസ് ഹു ആർ വീക്ക് ആൻഡ് വൾണറബിൾ. അപ്പോൾ ഈ വീക്ക് ആൻഡ് വൾണറബിൾ എന്നത് ദുർബലരും അതുപോലെ സംരക്ഷണം ആവശ്യമുള്ളവരാണ്. അപ്പോൾ ഇവർക്കാണ് ഏറ്റവും കൂടുതൽ എന്താണ് ആവശ്യമുള്ളത്, കരുണയും സ്നേഹമാണ്. അപ്പോൾ നമ്മൾ ശക്തരായിരിക്കുമ്പോൾ ദുർബലരായവരെ നമ്മൾ എന്ത് ചെയ്യണം, സഹായിക്കാൻ തയ്യാറാവണം നമ്മൾ. അതുതന്നെയാണ് നമ്മുടെ യഥാർത്ഥ മനുഷ്യത്വം എന്ന് പറയുന്നത്. വി മേ നോട്ട് ഓൾവേസ് റിയലൈസ് ദാറ്റ് ഈവൻ സ്മോൾ ആക്ട്സ് ഓഫ് കമ്പാഷൻ ക്യാൻ ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ മെനി ലൈഫ്സ്. ഇവിടെ പറയുന്നത് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ചെറിയ നല്ല പ്രവൃത്തികളുടെ വില നമുക്ക് എന്താണ് മനസ്സിലാകാറില്ല. നമ്മളത് വളരെ ചെറിയ കാര്യമായിട്ട് കാണും, പക്ഷെ അത് മറ്റൊരാളുടെ ജീവിതത്തിൽ എന്താണ് വലിയ മാറ്റം ഉണ്ടാക്കിയേക്കാം. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയുമ്പോൾ ഒരു ചെറിയ കരുണാപ്രവൃത്തി പോലും അനേകം ആളുകളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വിശക്കുന്ന ആളിന് നമ്മൾ ഭക്ഷണം നൽകുക, അതല്ലെങ്കിൽ ഒരു വൃദ്ധനെ സഹായിക്കുക, അല്ലെങ്കിൽ പഠനത്തിൽ ബുദ്ധിമുട്ടുന്ന നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വിഷമിക്കുന്ന സുഹൃത്തിനോട് നമ്മൾ സ്നേഹത്തോടെ സംസാരിക്കുക. ഇതൊക്കെ ചെറിയ കാര്യങ്ങളായിട്ട് തോന്നാം, പക്ഷെ അത് ഒരാളുടെ ജീവിതം മറ്റൊരാളുടെ ജീവിതം അതെന്താണ് മാറ്റിമറിക്കാൻ കഴിയും. ലോക പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ് എഴുതിയ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന കഥയാണിത്. ഇതൊരു മാജിക്കൽ റിയലിസം കഥയാണ്. അതായത് യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കാത്ത അത്ഭുത കാര്യങ്ങൾ സാധാരണ നമ്മുടെ ജീവിതത്തോടൊപ്പം കലർന്നു വരുന്ന കഥയാണിത്. സോ നമുക്ക് അതിൻ്റെ സ്റ്റാർട്ടിങ് നോക്കാം. The light was weak even at noon when Pelayo was coming back to the house. It was hard for him to see what was moving and groaning in the rear of the courtyard. സോ ഇവിടെ തുടക്കത്തിൽ എന്താ പറയുന്നത്, ദ ലൈറ്റ് വാസ് വീക്ക്, അതായത് അപ്പോഴത്തെ ആ സിറ്റുവേഷനാണ് പറയുന്നത്. നല്ല ഉച്ച സമയമായിരുന്നിട്ടും വെളിച്ചം വളരെ എന്തായിരുന്നു, കുറവായിരുന്നു. വെൻ പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ദി ഹൗസ്, നമ്മുടെ പെലായോ എന്താണ് ആ ഒരു മനുഷ്യന് വീട്ടുമുറ്റത്ത് നിറഞ്ഞിരിക്കുന്ന ഞണ്ടുകളെ കടലിലേക്ക് കളഞ്ഞ് തിരിഞ്ഞ് വരികയായിരുന്നു. It was hard for him to see what was moving and groaning in the rear of the courtyard. വീടിൻ്റെ ഒരു പിന്നിലെ മുറ്റത്ത് എന്തോ ഒന്ന് ഇളകുകയും അതുപോലെ കരയുന്നത് പോലുള്ളൊരു ശബ്ദം അദ്ദേഹം കേട്ടു. അതെന്താണെന്ന് പെലായോക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു പെലായോ അതിൻ്റെ അടുത്തേക്ക് നടന്നു. He had to go very close to see that it was an old man, a very old man. അപ്പോൾ അതിൻ്റെ അടുത്തെത്തിയപ്പോൾ അവന് കണ്ടത് എന്തായിരുന്നു, ഒരു വൃദ്ധനെയായിരുന്നു പെലായോ കണ്ടിരുന്നത്. വളരെ പ്രായമായിട്ട് വളരെ ക്ഷീണിതനായിട്ടുള്ള ഒരു ഓൾഡ് മാനെയാണ് നമ്മുടെ പെലായോ കണ്ടത്.
ദ മാൻ വാസ് ലൈങ് ഫേസ് ഡൗൺ ഇൻ ദി മഡ്. അങ്ങനെ നമ്മുടെ ഈ ഒരു അദ്ദേഹം, ആ ഒരു വൃദ്ധൻ എന്താണ്, മുഖം താഴ്ത്തി അദ്ദേഹത്തിൻ്റെ മുഖം താഴ്ത്തി ചെളിയിൽ ഇങ്ങനെ വീണ് കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അയാൾ വളരെ ദുർബലനും അതുപോലെ വളരെ കഷ്ടത അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രമെൻഡസ് എഫേർട്സ് ദ മാൻ കുഡിൻറ്റ് ഗെറ്റ് അപ്പ് ഇംപെഡഡ് ബൈ ഹിസ് എനോമസ് വിങ്സ്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ വൃദ്ധൻ എന്താണ്, എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട്, പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം വീണ്ടും വീണ്ടും ശ്രമിക്കുമ്പോഴും അദ്ദേഹത്തിന് കഴിയുന്നില്ല, എണീക്കാൻ സാധിക്കുന്നില്ല. ഇംപെഡഡ് ബൈ ഹിസ് എനോമസ് വിങ്സ്. ഇവിടെ ഇംപെഡഡ് എന്നതിൻ്റെ മീനിങ് വരുന്നത് തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവിടെ തടസ്സം എന്ന് പറയുന്നത് അയാളുടെ പിന്നിൽ, നമുക്ക് ആ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റും, അയാളുടെ പിന്നിലുള്ള ഒരു വലിയ ആ ചിറകുകൾ, ആ ഭീമൻ ചിറകുകൾ കാരണം അയാൾക്ക് എന്താണ്, ശരിയായി എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ എന്ന് വെച്ചാൽ സാധാരണ മനുഷ്യർക്ക് എന്താണ്, ചിറകുകളില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മുടെ പെലായോ വളരെയധികം അമ്പരന്ന് പോയി. ഒരു മനുഷ്യനും, അതും വളരെ പ്രായമായിട്ടുള്ള ഒരാൾ, പക്ഷെ അദ്ദേഹത്തിന് എന്താണ്, വലിയ ചിറകുകളോടെയാണ് അദ്ദേഹം. ഇത് നമ്മുടെ പെലായോനെ ഭയങ്കര ഭയപ്പെടുത്തുകയും അതുപോലെ വളരെ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്തു. Frightened by this sight, Pelayo ran to get Elisenda, his wife. She was putting compresses on their sick child. സോ ഇവിടെ പറയുന്നത് എന്താണ്, ആ ഒരു കാഴ്ച കണ്ട് നമ്മുടെ പെലായോ ഭയന്നു പോയി. കാരണം അവൻ ഇതുവരെ ഇങ്ങനെ ഒരു ജീവിയെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അവൻ ഉടനെ എന്താണ്, പെട്ടെന്ന് വീട്ടിലേക്ക് ഓടിപ്പോയി. പെലായോ തൻ്റെ ഭാര്യയായിട്ടുള്ള എലിസണ്ടയെ വിളിക്കാനാണ് ഓടിപ്പോയത്. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഷി വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. അവരുടെ കുഞ്ഞിന് എന്തായിരുന്നു, അസുഖമായിരുന്നു. അപ്പോൾ എലിസൻ്റെ കുഞ്ഞിൻ്റെ നെറ്റിയിൽ തണുത്ത തുണി വെച്ച് പനി ഇങ്ങനെ കുറക്കായിരുന്നു. അപ്പോൾ ഇത് കുടുംബം നേരത്തെ തന്നെ വിഷമത്തിലായിരുന്നു എന്നാണ് ഇവിടെ ഈ ഒരു ഇതിലൂടെ നമുക്ക് കാണിക്കുന്നത്. ഹീ ടുക്ക് ഹെർ ടു ദ റിയർ ഓഫ് ദി കോർട്ട്യാർഡ്. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദി ഫാലൻ ബോഡി. അങ്ങനെ പെലായോ തൻ്റെ ഭാര്യയായിട്ടുള്ള എലിസൻ്റെ എന്താണ്, വീടിൻ്റെ ആ ഒരു പിന്നിലെ മുറ്റത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. അവിടെ ചെളിയിൽ വീണ കിടക്കുന്ന ഒരു വിചിത്ര വൃദ്ധൻ അവൾക്കും കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇരുവരും അയാളെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കുകയാണ്. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ. അപ്പോൾ ഇവിടെ റാഗ് പിക്കർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മളെ പഴയ തുണികളും അതുപോലെ നമ്മൾ ഒഴിവാക്കിയ സാധനങ്ങളൊക്കെ ശേഖരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടാവും, അവരെയാണ് നമ്മൾ റാഗ് പിക്കർ എന്ന് പറയാം. ആ വൃദ്ധൻ്റെ വസ്ത്രങ്ങൾ വളരെ പഴകിയതും അതുപോലെ വളരെ കീറിയ രീതിയിലുമായിരുന്നു. അപ്പോൾ അയാളെ കണ്ടാലൊരു ദിവ്യ ദൂതനാണെന്ന് ആരും കരുതില്ല, മറിച്ചൊരു സാധാരണ ഭിക്ഷക്കാരനെയോ അല്ലെങ്കിൽ പഴയ സാധനങ്ങൾ ശേഖരിക്കുന്ന ആളെയാണെന്നൊക്കെ അവരെ പോലെയാണ് അദ്ദേഹത്തെ കണ്ടാൽ തോന്നാം. There were only a few faded hairs left on his bald skull and very few teeth in his mouth. അയാളുടെ തലയിൽ വളരെ കുറച്ച് മുടി മാത്രമാണ് ഉണ്ടായിരുന്നുള്ളത്. അയാളുടെ തലയുടെ ഭൂരിഭാഗവും കഷണ്ടിയായിരുന്നു. ഉണ്ടായിരുന്ന മുടിയും നിറം മങ്ങിയതും അതുപോലെ നമ്മുടെ പ്രായത്തിൻ്റെ അടയാളങ്ങളൊക്കെ കാണിക്കുന്നതുമായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്. അയാളുടെ വായിലോ വളരെ കുറച്ച് പല്ലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ അയാളുടെ വളരെ പ്രായമായ ഒരാളാണെന്ന് വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഹിസ് പിറ്റ്ഫുൾ കണ്ടീഷൻ സീമഡ് ദാറ്റ് ഓഫ് എ ഡ്രഞ്ചഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഇവിടെ പിറ്റ്ഫുൾ കണ്ടീഷൻ എന്നാൽ ദയനീയമായിട്ടുള്ള ഒരവസ്ഥ. ഡ്രഞ്ചഡ് എന്നാൽ മഴയിൽ നനഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. ആ വൃദ്ധനെ കണ്ടപ്പോൾ നമ്മൾ എന്താണ്, മഴയിൽ നനഞ്ഞ് കഷ്ടപ്പെടുന്ന ഒരു മുത്തച്ഛനെ പോലെയായിരുന്നു തോന്നിയിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുത്തുകാരൻ പറയുന്നത് എന്താണ്, ഒരു ദിവ്യരൂപമല്ല, മറിച്ച് സഹായം ആവശ്യമുള്ള ഒരു വൃദ്ധനെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ദിസ് ടുക്ക് എവേ എൻ സെൻസ് ഓഫ് ഗ്രാൻഡ്യൂർ. ഗ്രാൻഡ്യൂർ എന്ന് വെച്ചാൽ മഹത്വം അല്ലെങ്കിൽ നമ്മുടെ ഗംഭീരത എന്നൊക്കെ പറയാം. അതായത് ഒരു ദൂതനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്, പ്രകാശമുള്ള അല്ലെങ്കിൽ ശക്തനായ ഭംഗിയുള്ള ഒരാളെയാണ് നമുക്ക് മനസ്സിൽ വരുന്നത്. പക്ഷേ ഈ വൃദ്ധൻ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അയാളുടെ ആ ഒരു ദയനീയ അവസ്ഥ കാരണം അദ്ദേഹത്തിനോട് ഉണ്ടായിരിക്കേണ്ട ഒരു മഹത്വത്തിൻ്റെ ഒരു തോന്നലിനെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ് ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്കഡ് വർ എൻറ്റാങ്കിൾഡ് ഇൻ ദ മഡ്. ബസാർഡ് എന്നത് ഒരു വലിയ പക്ഷിയാണ്. വൃദ്ധൻ്റെ ചിറകുകൾ എന്താണ്, വളരെ വലുതായിരുന്നു. എന്നാൽ അവ മനോഹരമോ അല്ലെങ്കിൽ തിളക്കമുള്ളതൊന്നും ആയിരുന്നില്ല. ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്കഡ് എന്ന് വെച്ചാൽ ചിറകുകൾ അഴുക്ക് പിടിച്ചതായിരുന്നു, ഡേർട്ടി ആയിരുന്നു. പല തൂവലുകളും കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, ശക്തമായ ഒരു ദൂതൻ്റെ ചിറകുകൾ പോലെയല്ല, രോഗബാധിതമായ ഒരു പക്ഷിയുടെ ചിറകുകൾ പോലെയായിരുന്നു നമുക്കത് കണ്ടാൽ തോന്നാം. വർ എൻറ്റാങ്കിൾഡ് ഇൻ ദ മഡ് എന്ന് വെച്ചാൽ എൻറ്റാങ്കിൾഡ് എന്നാൽ ഇവിടെ കുടുങ്ങിപ്പോയത് എന്ന മീനിങ് ആണ് വരുന്നത്. അതായത് ചിറകുകൾ മുഴുവനും ചെളിയിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അയാൾക്ക് എഴുന്നേൽക്കാൻ കഴിയാതിരുന്നത്. ദേ ലുക്ക്ഡ് അറ്റ് ഹിം സോ ലോങ് ആൻഡ് സോ ക്ലോസ്ലി. പെലായിയും അതുപോലെ നമ്മുടെ എലിസണ്ടയും അയാളെ വളരെ നേരം ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ആദ്യം അവർക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവരുടെ ആ ഒരു ഭയം കുറഞ്ഞു വന്നു. എലിസണ്ട വെരി സൂൺ ഓവർകെയിം ദെയർ സർപ്രൈസ്. ഇവിടെ ആശ്ചര്യവും ഭയവും ഒക്കെ പതുക്കെ മാറി. ഇപ്പോൾ അവർ കൂടുതൽ ശാന്തരായിട്ടുണ്ട്. ഇൻ ദ എൻഡ് ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ.
അവസാനം ആ വൃദ്ധൻ അത്രയും വിചിത്രനല്ലെന്ന് അവർക്ക് മനസ്സിലായി. അയാളൊരു സാധാരണ മനുഷ്യനെ പോലെയാണെന്ന് അവർക്ക് മനസ്സിലാവാൻ തുടങ്ങി. Then they dared speak to him. He answered in an incomprehensible dialect with a strong sailor's voice. അപ്പോൾ അവർ അയാളോട് സംസാരിക്കാൻ ഇങ്ങനെ അവർക്ക് ധൈര്യം വന്നു. പിന്നെ അവർക്ക് തന്നെ തോന്നി ഇനി ഇങ്ങനെ ഭയപ്പെട്ടിരുന്നിട്ട് കാര്യമില്ലാന്ന് തോന്നി. അങ്ങനെ ഇൻകോംപ്രിഹെൻസിബിൾ എന്നാൽ മനസ്സിലാക്കാൻ കഴിയാത്ത എന്നാണ് മീനിങ് വരുന്നത്. ഡയലക്റ്റ് എന്ന് വെച്ചാൽ ഭാഷാഭേദം. ഓക്കെ, അങ്ങനെ അവർ സംസാരിച്ചപ്പോൾ വൃദ്ധൻ മറുപടി പറയാണ്. പക്ഷെ അദ്ദേഹം സംസാരിച്ച ഭാഷ ഒന്നും അവർക്ക് എന്താണില്ല മനസ്സിലാവുന്നില്ല. വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്. സെയിലേഴ്സ് എന്നാൽ നാവികൻ. അപ്പോൾ വൃദ്ധൻ്റെ ശബ്ദം വളരെ ഒരു ശക്തമായിട്ടായിരുന്നു. ഒരു കടൽ യാത്രക്കാരൻ്റെ ഒരു പരുക്കൻ ശബ്ദം പോലെ ആയിരുന്നു അവർക്ക് തോന്നിയിരുന്നത്. അതുകൊണ്ട് നമ്മുടെ പെലായും എലിസണ്ടയും കൂടുതൽ എന്താണ് ആശയക്കുഴപ്പത്തിലായി. അവർക്ക് മനസ്സിലാവാതെ. They concluded that he was a lonely castaway from some foreign ship wrecked by the storm. അപ്പോൾ ആദ്യം അവർ വിചാരിച്ചത് ഈ ഒരു മനുഷ്യനൊരു കാസ്റ്റവേ ആണെന്നാണ്. അതായത് കാസ്റ്റവേ എന്ന് വെച്ചാൽ ഈ കപ്പൽ അപകടത്തിൽപ്പെട്ട് കരയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളുണ്ടാവുമല്ലോ, അവരെ സൂചിപ്പിക്കുന്നതാണ് ഈ കാസ്റ്റവേ എന്ന് വെച്ചാൽ. അപ്പോൾ അവർ കരുതിയത് ഒരു വിദേശ കപ്പൽ കൊടുങ്കാറ്റിൽ തകർന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളായിരിക്കാം ഈ ഒരു വയോധികൻ എന്ന് വിചാരിക്കണം. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ എത്തിപ്പെട്ടത് അവർ വിശ്വസിച്ചിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിറകുകൾ ഉണ്ടായിരുന്നിട്ടും അവർ അദ്ദേഹത്തെ ഒരു ദൈവദൂതനായിട്ട് അവർ തിരിച്ചറിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിൻ്റെ രൂപം വളരെ സാധാരണവും വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു. ദെൻ ദേ കോൾഡ് ഇൻ എ നൈബർ വുമൺ ടു സീ ഹിം. അതിനുശേഷം അവർ അയൽവീട്ടിലെ ഒരു പ്രായമായിട്ടുള്ളൊരു സ്ത്രീയെ വിളിച്ചു. അപ്പോൾ ഈ ഗ്രാമത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിചയമുള്ളൊരു സ്ത്രീയായിരുന്നു അവർ. അപ്പോൾ അവർ വന്നുകൊണ്ട് ആ മനുഷ്യനെ ഒരു നോക്ക് കണ്ട ഉടനെ തന്നെ അവൾ എന്ത് പറഞ്ഞു? ഹീ ഈസ് ആൻ ഏഞ്ചൽ. ഷീ ടോൾഡ് ദം. He must have been coming for the child, but the poor fellow is so old that the rain knocked him down. അപ്പോൾ അവൾ പറയാണ് ഇയാളൊരു ദൈവദൂതനാണ്. അവൾക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവളുടെ അഭിപ്രായത്തിൽ ആ ഒരു ദൈവദൂതന് അവരുടെ രോഗിയായിട്ടുള്ള ആ ഒരു കുഞ്ഞിനെ കൊണ്ടുപോകാനായിരിക്കും വന്നത് എന്നാണ് അവളുടെ സംശയം. പക്ഷെ അദ്ദേഹം വളരെ ഏജ്ഡ് ആയിട്ടുള്ള ഓൾഡ് മാൻ ആയിരുന്നു. ശക്തമായ മഴയും കാറ്റും അദ്ദേഹത്തെ താഴെ വീഴ്ത്തി. The poor fellow is so old that the rain knocked him down. അപ്പോൾ അത്രയും പ്രായമായതിനാൽ ആ മഴയുടെ ശക്തി പോലും അദ്ദേഹത്തെ നിലത്ത് വീഴ്ത്തി എന്നാണ് അവർ കരുതിയത്. On the following day, everyone knew that a flesh and blood angel was held captive in Pelayo's house. അപ്പോൾ അടുത്ത ദിവസം തന്നെ ആ ഒരു വാർത്ത ഗ്രാമമൊട്ടാകെ പരന്ന്. എല്ലാവർക്കും ഒരു കാര്യം അറിയാമായിരുന്നു. എന്ത്? അതായത് യഥാർത്ഥ ശരീരവും രക്തവും ഉള്ള ഒരു ദൈവദൂതൻ പെലായോയുടെ വീട്ടിലുണ്ടെന്ന വാർത്ത എല്ലാവരും അറിഞ്ഞു. അപ്പോൾ ആളുകൾക്ക് അതൊക്കെ ഒരു വലിയ കൗതുകമായിരുന്നു. പക്ഷേ പെലായോ ഇപ്പോഴും ആ ഒരു ഓൾഡ് മാനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. പെലായോ വാച്ച്ഡ് ഓവർ ഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദി കിച്ചൺ ആംഡ് വിത്ത് ഹിസ് ബേലിഫ് ക്ലബ്. ബിഫോർ ഗോയിങ് ടു ബെഡ് ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദി മഡ് ആൻഡ് ലോക്ക്ഡ് ഹിം അപ്പ് വിത്ത് ദി ഹെൻസ് ഇൻ ദി ചിക്കൻ കൂപ്പ്. അതുകൊണ്ട് അദ്ദേഹം ഉച്ചതിരിഞ്ഞ് മുഴുവൻ സമയം അദ്ദേഹത്തെ നിരീക്ഷിച്ചു, ആ ഒരു ഓൾഡ് മാനെ. അദ്ദേഹത്തിൻ്റെ ആ ഒരു കയ്യിലൊരു വലിയ വടിയും ഉണ്ടായിരുന്നു ഈ ഒരു പെലായോയുടെ കയ്യിൽ. അപ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു വടി യൂസ് ചെയ്തിരുന്നത്. ഇത് പെലായോയ്ക്ക് ഇപ്പോഴും ഭയമുണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ രാത്രി ആയപ്പോൾ പെലായോ ആ ഒരു വയോധികനെ ആ ഒരു ചെളിയിൽ നിന്ന് വലിച്ചിഴച്ച് പുറത്തെടുത്ത് അങ്ങനെ എന്നിട്ട് വീടിനുള്ളിൽ താമസിപ്പിക്കാതെ എന്താണ് ചെയ്തത്? ആ ഒരു കോഴികൾ പാർപ്പിക്കുന്ന കൂട്ടിലാണ് അടച്ചത്. അതാണ് ചിക്കൻ കൂപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു ആശയം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു ദൈവദൂതനാണെന്ന് കരുതുന്ന ഒരാളെപ്പോലെ അവർ ബഹുമാനത്തോടെ അവർ കാണുന്നില്ല. പകരം ഒരു മൃഗത്തെ പോലെയാണ് അവർ കോഴിക്കൂടിൽ പൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മനുഷ്യരുടെ ഒരു സ്വാർത്ഥതയൊക്കെ വെളിപ്പെടുത്തുന്ന കാര്യമായിട്ട് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും. A short time afterward the child woke up without a fever and with a desire to eat. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആ വീട്ടിലെ കുട്ടി എന്താണ് പനിയൊക്കെ മാറിയിട്ട് വോക്കപ്പ്, അതായത് ആ കുട്ടി പനിയൊക്കെ മാറി ഉണരുകയാണ്. അങ്ങനെ അവന് നല്ല വിശപ്പൊക്കെ തോന്നി തുടങ്ങി. അങ്ങനെ കുട്ടിയുടെ പനിയൊക്കെ മാറിയപ്പോൾ എന്താണ് ആ പാരൻസിന് ഭയങ്കര അധികം എന്തായി സന്തോഷമായി. ദെൻ ദേ ഫെൽറ്റ് മാഗ്നാനിമസ്. അതായത് മാഗ്നാനിമസ് എന്ന് വെച്ചാൽ ആ ഒരു വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ, അതായത് വലിയ മനസ്സ് എന്നൊക്കെയാണ് മീനിങ് വരുന്നത്, അല്ലെങ്കിൽ ഔദാര്യമുള്ള മനസ്സ് എന്നൊക്കെയാണ് ആ ഒരു മാഗ്നാനിമസിൻ്റെ അർത്ഥം വരുന്നത്. അങ്ങനെ അവർക്ക് എന്താണ് ദേ ഡിസൈഡഡ് ടു പുട്ട് ദി ഏഞ്ചൽ ഓൺ എ റാഫ്റ്റ് വിത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് പ്രൊവിഷൻസ് ഫോർ 3 days ആൻഡ് ലീവ് ഹിം ടു ഹിസ് ഫേറ്റ് ഓൺ ദി ഹൈ സീസ്. അങ്ങനെ അവർക്ക് ആ ഒരു ഏഞ്ചൽ, ആ ഒരു മാലാഖയോട് കരുണ തോന്നുകയാണ്. അതുകൊണ്ട് അവരൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. അതായത് ആ ഒരു മാലാഖനെ അവരെന്ത് ചെയ്തു? ഒരു ചങ്ങാടത്തിൽ, അതായത് ചങ്ങാടം മീൻസ് റാഫ്റ്റ്, അതിലിരുത്തിയിട്ട് 3 ദിവസത്തേക്ക് എന്താണ് അതിനാവശ്യമുള്ള നല്ല വാട്ടർ, അതായത് ശുദ്ധജലവും അതുപോലെ പ്രൊവിഷൻസ് ഭക്ഷണ സാധനങ്ങളൊക്കെ നൽകിയിട്ട് അതിനെ കടലിലേക്ക് വിടാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ ലീവ് ഹിം ടു ഹിസ് ഫേറ്റ്, അതിനർത്ഥം വിധിക്ക് വിട്ടുകൊടുക്കുക എന്നാണ് അവർ കരുതിയത്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് കരുതി.
But when they went out into the courtyard at the first light of dawn, they found the whole neighborhood in front of the chicken coop having fun with the angel. അങ്ങനെ പക്ഷേ പിറ്റേന്ന് വെളുപ്പിന് ഇത് ഫസ്റ്റ് ലൈറ്റ് ഡോൺ എന്ന് വെച്ചാൽ പിറ്റേന്ന് വെളുപ്പിന് അവർ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അവരെന്താണ് കണ്ട കാഴ്ച? അതായത് അവർ അത്ഭുതപ്പെട്ടു പോയി. കാരണം നാട്ടുകാർ മുഴുവൻ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. എവിടെയാണ് ഒത്തുകൂടിയിട്ടുള്ളത്? ആ കോഴിക്കൂടിന് മുന്നിലായിട്ട്. അങ്ങനെ അവർ ആ മാലാഖയെ വെച്ചിട്ട് എന്താണ് തമാശ കളിക്കുകയാണ്. ആര്? നമ്മളിവിടെ വന്നിട്ടുള്ള ആ നാട്ടുകാരൊക്കെ അവിടെയുള്ള ആ ഒരു മാലാഖയെ വെച്ച് തമാശ കളിക്കുകയാണ്. അതാണ് അവിടെ ഹാവിങ് ഫൺ വിത്ത് ദി ഏഞ്ചൽ എന്ന് പറയുന്നത്. ദ വിസിറ്റേഴ്സ് were tossing him things to eat through the openings in the coop. It was as if he weren't a supernatural creature but a circus animal. അങ്ങനെ അവിടെ വന്നിട്ടുള്ള വിസിറ്റേഴ്സ്, അതായത് സന്ദർശകർ, ആ കോഴിക്കൂടിൻ്റെ ആ ഒരു വിടവുകളിലൂടെയൊക്കെ എന്താണ് മാലാഖയ്ക്ക് കഴിക്കാൻ എന്തൊക്കെയോ എറിഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ടോസിങ് ഹിം തിങ്സ് ടു ഇറ്റ്, അതായത് ആ ഒരു കോഴിക്കൂടിൻ്റെ ആ ഒരു ഗ്യാപ്പിലൂടെ എന്താണ് അതിലൂടെ ആ ഒരു മാലാഖയ്ക്ക് കഴിക്കാൻ വേണ്ടതൊക്കെ അവർ എറിഞ്ഞു കൊടുക്കുക. ടോസിങ് എന്ന് വെച്ചാൽ എറിഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത് കാണാൻ എങ്ങനെ ഉണ്ടായെന്ന് എന്നറിയാമോ? അതായത് ആ ഒരു മാലാഖ ഒരു അത്ഭുത ജീവി, അതായത് സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുത ജീവിയോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതനൊന്നും അല്ല, പകരം ഒരു സർക്കസ് മൃഗത്തെ പോലെ ആയിരുന്നു ആളുകൾ അവനോട് പെരുമാറിയിരുന്നത്. അതായത് ആളുകൾക്ക് അവനോട് യാതൊരു ബഹുമാനവും തോന്നിയിട്ടില്ല. അവരെ സംബന്ധിച്ച് അതൊരു കാഴ്ചവസ്തു മാത്രമായിരുന്നു ആളുകളെ സംബന്ധിച്ച്. മനുഷ്യർ എത്ര പെട്ടെന്നാണ് ഒരു അത്ഭുതത്തെ വെറും ഒരു സർക്കസ് മൃഗത്തെ പോലെ കാണാൻ തുടങ്ങിയെന്ന് നമുക്ക് മനസ്സിലായില്ലേ? സോ ഇതിൻ്റെ ബാക്കി പോർഷൻസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. So that's all. If you have any doubt, please comment below. Thank you for watching.